ജനസമക്ഷം ജനസമ്പർക്ക ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കുന്നുകുഴിയിലെ പ്രിയങ്കരിയായ കൗൺസിലർ ശ്രീമതി മേരി പുഷ്പമാണ്. ഏതാണ്ട് 6500ഓളം വോട്ടേഴ്സിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ 462 വോട്ടിൽ ഭൂരിപക്ഷം ജയിച്ച ശ്രീമതി മേരി പുഷ്പത്തിന് സ്വാഗതം. ഇലക്ഷൻ സമയത്ത് ഞാൻ വോട്ട് തേടി ആദ്യം ബാട്ടൺ ഹില്ലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് യുവജനങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത്, ഞാൻ അവരോട് വോട്ട് ചോദിച്ചു, മക്കളെ ആൻറ്റിക്ക് വോട്ട് തരുമോ? ആൻറ്റി ഞങ്ങൾ വോട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രൗണ്ട് വേണം എന്ന അവരുടെ ആദ്യത്തെ ഒരു ആവശ്യമായിരുന്നു. ആ ഗ്രൗണ്ട് ഞാൻ ഫസ്റ്റ് വന്ന ആദ്യത്തെ ബഡ്ജറ്റിൽ കൃത്യമായിട്ടും ഗ്രൗണ്ടിന് ഫണ്ട് വകയിരുത്തി ഗ്രൗണ്ട് അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. കളിക്കളം അതെ, അതിന്ന് അവര് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പുറമേ ഉള്ളവരെ കൊണ്ടുവന്ന് അവിടെ തന്നെ അവർ തന്നെ നമ്മുടെ അവിടെയുള്ള കുട്ടികൾ തന്നെ മത്സരങ്ങൾ സംഘടിപ്പിച്ച് ട്രോഫിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ അവിടെ അല്ല, ഇപ്പൊ കൗൺസിലറിന്റെ ഫണ്ടിലാണ് ചെയ്തത്. നഗരസഭ അങ്ങനെ പൊതുവായിട്ട് ഫണ്ടൊന്നും നമ്മുടെ വാർഡിലൊന്നും തരാം. സ്ഥലം നഗരസഭയുടെ സ്ഥലമാണ്. പിന്നെ തൊട്ടടുത്ത് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവരും അവിടുത്തെ പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുട്ബോളൊക്കെ മത്സരമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ചേരുണ്ട്. അപ്പൊ അടുത്തുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നോ പറയാറില്ല. കായിക രംഗത്തേക്ക് കടത്തിവിടുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. ഞാനൊരു ഹാൻഡ്ബോള് സ്റ്റേറ്റ് വരെ കളിച്ചിട്ടുള്ള കൈ ഒടിഞ്ഞ് നിർത്തിയതാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമുക്ക് ജോലിക്ക് ഇന്ന് കുട്ടികൾക്ക് നാളത്തെ ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് കളിക്കളം എന്ന് പറയുന്നത്. അതേപോലെ അവരുടെ രണ്ടാമത്തെ ആഗ്രഹമാണ് ജിംനേഷ്യം വേണമെന്ന് പറഞ്ഞു, അതിൻ്റെ അടുത്ത വർഷം. അപ്പൊ ഇപ്പൊ ജിംനേഷ്യം നമ്മളെല്ലാം കെട്ടി ഇട്ടിട്ടുണ്ട്. ഈ വർഷം 10 ലക്ഷം രൂപ അതിൽ എക്യുപ്മെന്റ്സ് വാങ്ങാനായിട്ട് അതും വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ അതും അങ്ങനെ അവർക്ക് ജിംനേഷ്യമായി. പക്ഷെ ഇതെല്ലാം വാർഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്താണ് കോർപ്പറേഷന്റെ സ്ഥലത്ത്. അതുപോലെ തന്നെ അവരുടെ ആവശ്യമായിരുന്നു വാർഡ് കമ്മിറ്റി ഓഫീസ് അവിടെ കൂടാനായിട്ട്. ഒരു വാർഡ് കമ്മിറ്റി ഓഫീസിൽ അത് വാർഡ് കമ്മിറ്റി ഓഫീസ് ചെയ്തു. കുടുംബശ്രീക്കാര് റോഡിൽ അവിടെ ഒരു പാർക്കുണ്ട്, അത് റോഡിന്റെ സൈഡ് അവിടെ ഇരുന്നിട്ടാണ് ഇവര് ADS മീറ്റിംഗ്, ഓർക്കണം, ADSന്റെ മീറ്റിംഗ് കൂടുന്നത് ഓരോ കുടുംബശ്രീ കൂട്ടായ്മ, അത് അമ്മ വീടുകളിലോട്ട് പോകും. ADSന്റെ മീറ്റിംഗ് കൂടുന്നത് ഇവരെ റോഡിൽ ഇരുന്നാണ്. അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്നെ കണക്കാണല്ലോ അവര്. അപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നായാലും നിങ്ങൾക്ക് വേണ്ടി ഒരു ഷെൽട്ടർ ഞാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീക്കും വാർഡ് കമ്മിറ്റി ഓഫീസുമായിട്ട് വലിയൊരു ഇത് തന്നെ ചെയ്തു. പിന്നെ അതിന്റെ ഉദ്ഘാടനം അതെ അതിന് ടൈലും ഇട്ട് ഉദ്ഘാടനം മാത്രം നടത്തിയാൽ മാത്രം മതി. അതുപോലെ വേറൊരിതെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ പ്രാവശ്യമായിരുന്നു ആദ്യത്തെ വർഷം 2010-15 ആദ്യത്തെ വർഷം കൗൺസിലർ. രണ്ടാമത് കുന്നുകുഴി തന്നെ, സെയിം ഇത് തന്നെ. അടുത്ത ഇത് വന്നപ്പോഴത്തേക്ക് അതേ ഒരു മേയർ, എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു മേയർ ഭവനം പ്രോജക്റ്റ് അവിടെ കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നിട്ട് അന്ന് അവർക്ക് നഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന, അതായത് കുന്നുകുഴി വാർഡിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഹെൽത്ത് സെന്ററും അങ്കണവാടിയും പൊളിച്ചിട്ടാണ് ഇതിങ്ങനെ പണിയാനായിട്ട് അന്ന് തീരുമാനിച്ചു. അപ്പോൾ അന്ന് എന്നെ അവരെ വിളിച്ചു കൊണ്ടുപോയി. ഞാനന്ന് കൗൺസിലർ അല്ല മത്സരിച്ചില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോ 15-20 കാര്യമാണ് 2010-15 കൗൺസിലർ ആയിരുന്നു. അതിനുശേഷം നടന്ന കാര്യമാണ് പറയുന്നത്. അപ്പോ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അന്ന് ആ മേയർ ഭവനം വേണ്ട എന്നായിരുന്നു നാട്ടുകാരുടെ മൊത്തവും ആവശ്യം. അവർക്ക് ഹെൽത്ത് സെന്ററും അംഗനവാടിയും തന്നെ വേണം. കാരണം അവിടെ കുട്ടികൾക്ക് വേറെ പോകാനായിട്ട് വഴിയില്ല. ഒരു സ്വന്തമായിട്ട് ഹെൽത്ത് സെന്ററും ഇല്ല, അംഗനവാടിയില്ല കുന്നുകുഴി വാർഡിൽ. കോവിഡ് വന്നപ്പം തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം നന്തൻകൂടാണ് നമുക്ക് വാക്സിൻ കുത്തിവെക്കാനായിട്ട്. അപ്പൊ ഈ 3 നില, നന്തൻകൂടം എന്ന് പറഞ്ഞാൽ 3 നിലയാണ്. 3ാമത്തെ നിലയിലാണ് വാക്സിൻ കുത്തിവെക്കാനായിട്ട് ആൾക്കാർ കയറി ഇറങ്ങേണ്ടി വന്നത്. അപ്പം വയോജനങ്ങളും ഒക്കെ അതെ വലിയ ബുദ്ധിമുട്ടിയതിൻ്റെ ഇതില് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഹെൽത്ത് സെന്റർ തിരിച്ചു കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ പൊളിച്ച ഭാഗത്തിന് അതിന്നും അവിടെ ഉണ്ട്. ഞാൻ ഫോട്ടോസ് ഒക്കെ കാണിച്ചു തരാം. അതിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ ബാക്കി സ്ഥലത്ത് ഒരു അങ്ങ് ഹെൽത്ത് സെന്ററിന് പകരം ഇപ്പൊ ഹെൽത്ത് വെൽനസ് സെന്ററാണ് ചെയ്യുന്നത്. അപ്പൊ വെൽനസ് സെന്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് ഡോക്ടർ വരുന്നത്. വെൽനസ് സെന്റർ വരുമ്പോൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സാധാ പോലെ OP അവിടെ ഉണ്ടായിരിക്കും, ഡോക്ടർ ഉണ്ടായിരിക്കും, ഒരു നേഴ്സും ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാ ദിവസവും അവർക്ക് എല്ലാം അവിടെ നിന്നുള്ള, അതായത് ഹെൽത്ത് വെൽനസ് സെന്റർ അതാണ് അതിന്റെ പേര്. അപ്പൊ അങ്ങനെ ആക്കാനായിട്ട് ഇപ്പൊ 20 ലക്ഷം രൂപ കൂടെ അതിനിപ്പോ കിട്ടിയിട്ടുണ്ട്. അതെ, അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൂടെ ആകുമ്പോഴത്തേക്ക് ആ ഹെൽത്ത്, സാധാരണ നമുക്ക് ഒരു വർഷം 80 ലക്ഷം രൂപയാണ്. അതെ,
ഒരു കൗൺസിലർ കിട്ടും. അപ്പൊ അതിൽ കൂടുതൽ മേഡം വാങ്ങിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നത് കുന്നുകുഴി വാർഡിലേക്ക്. അയ്യോ, അങ്ങനെ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റൂല. കാരണം ഇത് വെളിയിൽ വരാത്ത ഒരുപാട് ഫണ്ടുകൾ കാണുവേ. സുഖമില്ലാത്ത ആളായാലും വീൽ ചെയറിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാനായിട്ടാണ് വീണ്ടും 20 ലക്ഷം രൂപ. അത് തന്നെ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഈ കാലാവധിക്കകത്ത് തീരുമെന്നാണ് പ്രതീക്ഷ. കാലാവധിക്കകത്ത് തീർക്കണം എന്ന് തന്നെയാണ്. പക്ഷെ അവര് കുറച്ചൊക്കെ പണി നടത്തുന്നുണ്ട് തീർക്കാതിരിക്കാനായിട്ട്. പിന്നെ ഞാനിട്ട് ഇങ്ങനെ പരിപാടി, കാരണം ജനത്തിന് ആവശ്യമാണ്. എപ്പ തീരുമെന്ന് നമ്മളോടാ ചോദിക്കുന്നത്. ഇത് വേറെ സമയം അല്ല, അത് അകത്താണ് കുറെ പണികളുള്ളത്. ആംബുലൻസ് ഇല്ല നമ്മുടെ വാർഡില്. ആംബുലൻസ് ഇല്ല. അതിനൊരു പദ്ധതി കൂടെ വെച്ചു. ആംബുലൻസിന്റെ പദ്ധതി വേണം. പക്ഷെ അത് അത്രയും ലക്ഷങ്ങളുടേതല്ലേ. ഇത്രയും ലക്ഷങ്ങള് മാഡം ആ ഒരു വാർഡിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന മുൻ കൗൺസിലർമാർക്ക് പോലും MLA-യുടെയോ MPയുടെയോ ഒക്കെ ഫണ്ടില് ചോദിച്ചാൽ കൊള്ളാം എന്നൊരിതുണ്ട്. അത് ആൾക്കാരുടെ ആവശ്യമുണ്ട്. നമുക്ക് വലിയ ഇതില്ലെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ചോദിക്കാം. നമുക്ക് MLA-യോടും പിന്നെ MPയോടും നമുക്ക് പറയാം ജനത്തിന്റെ വാർഡിലേക്ക് വേണ്ടിയിട്ട് ഒരു ആംബുലൻസ് തരണം എന്നാണ് അവരുടെ ആഗ്രഹം. അതിന് വരുന്ന തുക നിങ്ങൾ അനുവദിക്കണമെന്നാണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അത് നടക്കും. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. I'm Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമസ്കാരം, ജനസംരക്ഷണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ, ആരാണത്? പേരെന്ന് പറയൂ. അലക്സ്. ഓക്കെ. അപ്പോ നമ്മോടൊപ്പം ഇപ്പൊ ഫ്ലോറില് ശ്രീമതി മേരി പുഷ്പമുണ്ട്, നിങ്ങളുടെ കൗൺസിലർ. അപ്പൊ ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആ വാർഡിനകത്ത് ഇനി എന്താണ് കൂടുതലായി നമുക്ക് വേണ്ട ആവശ്യങ്ങൾ ഒന്ന് മാഡത്തിനോട് സംസാരിക്കാം. ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറാണ് ഞങ്ങളുടെ മേരി പുഷ്പം. അതെ, ഞങ്ങള് പേര് പറഞ്ഞ് മേരി പുഷ്പം വിളിക്കാൻ അത്ര ആഗ്രഹിക്കുന്ന ഒരു കൗൺസിലർ കൂടിയാണ് ഞങ്ങളുടെ കൗൺസിലർ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൊച്ചുകളിൽ പോലും ടീച്ചറെന്നും മേരി പുഷ്പം എന്നൊക്കെ പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് വിളിക്കാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മുടെ കൗൺസിലർ. ഓക്കെ.
അതെല്ലാം ഓക്കെ. അപ്പൊ നമുക്കിനി ആ വാർഡിനകത്ത് 100% വികസനം വന്നിരിക്കില്ല. അപ്പൊ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടെ സൂചിപ്പിക്കാനാണ് വിളിച്ചത്. മാഡം സംസാരിച്ചോ? ഹലോ. എന്നാലും പറയാനുള്ളത് നമ്മള് ഈ ഓടകളുടെ ചെറിയൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതെല്ലാം ഒരു ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. എങ്കിലും നമ്മുടെ മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ട് 1-2 ഓടകൾ മാത്രം ഇനി ഒന്ന് നമ്മൾ മണ്ണ് മാറ്റാനുണ്ട്. മണ്ണ് മാറ്റി വെച്ച് എടുത്തുകൊണ്ട് പോകാനുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. എവിടെ അലക്സേ? നമ്മുടെ ഈ ഇതിന്റെ പുറകിൽ വരുന്ന ഓടയുണ്ട്, ചെറിയ ഓട. അത് മണ്ണ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് എടുത്തുകൊണ്ട് പോയാൽ മതി. ഓക്കെ. ഞാൻ ഹെൽത്തിൽ അറിയിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. വേറെ ഇല്ല. ഓക്കെ. താങ്ക് യു. ഇനി അടുത്ത ഏതൊക്കെ പ്രോജക്റ്റ് ആണ് മാഡത്തിന്റെ? അടുത്ത പുതിയതായിട്ട് ഇപ്പൊ വെച്ചിരിക്കുന്നത് നമ്മള് കല്യാണ മണ്ഡപം. അതാണ്. അത് SC ഫണ്ടില് 1 കോടി കൊടുത്തിട്ടുണ്ട്. ഫീസിബിലിറ്റിക്ക് വെച്ചിരിക്കുന്ന 1 കോടിയൊക്കെ ഫണ്ട് 1 കോടി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫീസിബിലിറ്റിക്ക് പോയിട്ടുമുണ്ട്. അപ്പൊ അത് ഈ വർഷം പണി തുടങ്ങും. ഈ വർഷം കൊണ്ട് തീരില്ല. കാരണം 12,000 സ്ക്വയർ ഫീറ്റിൻ്റെതാണ് ചോദിച്ചിരിക്കുന്നത്. 12,000 സ്ക്വയർ ഫീറ്റ് വരുമ്പോഴത്തെ 3 നില. താഴെ കാർ പാർക്കിങ്, സെന്ററിലായിട്ട് ഊട്ടുപുര, അതിൻ്റെ മേളില് കല്യാണ ഹാള്. അപ്പൊ അത് AC ആക്കണം എന്നുള്ള രീതിക്ക്. അപ്പൊ ഒരു കുറഞ്ഞ ഒരു നല്ല അത് ഈ കുന്നുകുഴി ഈ കോളേജിന്റെ അടുത്തായിട്ടാണോ? സെന്ററിൽ ഈ ബാട്ടൺ ഹിൽ എന്ന് പറയുന്നത് കുന്നുകുഴി വാർഡിന്റെ സെന്ററാണ്. അപ്പോ അവിടെയാണ് നമ്മുടെ കോർപ്പറേഷന്റെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ഒക്കെ പുറമ്പോക്ക് ഭൂമിയെല്ലാം അവിടെയാണ് ഉള്ളത്. അത് നമ്മൾ വിനിയോഗിക്കുന്നു. അത് ഒരു സ്ഥലം പോലും വേക്കന്റ് ആകാതെ അവിടുത്തെ ആൾക്കാർക്ക് അവർക്ക് എത്രത്തോളം, അതാണ് ആ കല്യാണ മണ്ഡപം വന്നപ്പോഴും ഞാൻ ചോദിച്ചിട്ട്. അപ്പൊ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും തൊഴിൽ കിട്ടും അതിനകത്ത് ബന്ധപ്പെട്ടിട്ട്? കാരണം ആ പ്രദേശത്തിന്റെ ചെയ്യും അവർക്ക് എന്തെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴില് ഇനി ഭാവിയിൽ വരെയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൊഴിലുറപ്പ് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കല്യാണ മണ്ഡപം വരികയാണെങ്കിൽ അത് പുറത്ത് വാടക കൊടുക്കാൻ തയ്യാറാവും? തീർച്ചയായിട്ടും. ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ 267 പേർക്കാണ് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുത്തത്. ഒരു വീടിന്, ഒരു റേഷൻ കാർഡിന് 5 എണ്ണം വെച്ച്. 267 കുടുംബത്തിലാണ് പോയത്. അത് സിറ്റിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കി അറിയാം. മുട്ടക്കോഴി, പിന്നെ ചാവലും പെടയുമായിട്ട് മിക്സ് ചെയ്ത് നാടൻ കോഴികൾ. അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് ഈ ചുറ്റുമുള്ള നമ്മുടെ സിറ്റി ബേസ് ചെയ്ത് വരുന്ന വാർഡുകളിൽ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം ഓരോരുത്തർ എത്രയാണ് കൊടുത്തത്. പക്ഷെ അതിനപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 267 മാക്സിമം എല്ലാവരെയും അറിയിക്കും. നമ്മളാണ് പോയിരുന്ന് അപേക്ഷയൊക്കെ പൂരിപ്പിച്ച് ഞാൻ ഉൾപ്പെടെ ഇരിക്കും. അവിടെ കുടുംബശ്രീക്കാരെയും എല്ലാ പാർട്ടിക്കാരെയും എല്ലാം ഉൾപ്പെടുത്തി. അതെ, നേരത്തെ ഈ വാർഡിലല്ലായിരുന്നു, റോഡിന്റെ അപ്പുറമായിരുന്നു. നേരത്തെ കണ്ണമൂലയിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഡീലിമിറ്റേഷനിൽ ഇതുകൂടെ അങ്ങോട്ടാക്കി കുന്നുകുഴിയിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ വാർഡിൽ തന്നെയാണ്. മാഡം, അപ്പോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പോ നമുക്ക് മാഡം മറ്റ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ ഭവന പദ്ധതി ആയാലും ജലപദ്ധതി ആയാലും മറ്റെന്തൊക്കെയാണ് എത്ര പേർ കൊടുത്തിട്ടുണ്ട്? ഇനി കൊടുത്ത ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം ചെയ്ത കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ ഇപ്പം ഇത്രയും ചെയ്തത് ഞാൻ ബിൽഡിങ് നാളത്തെ നമ്മുടെ തലമുറയ്ക്കായാലും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിനുപരി നമ്മുടെ വാർഡിൽ തന്നെ തൊഴിലുറപ്പ് ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ കോർപ്പറേഷനിലെ കൗൺസിലിൽ തൊഴിലുറപ്പ് വരണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. കാരണം അതിൽ ഒരു ചായ കുടിക്കാൻ പോലും എനിക്കറിയാം പല വീടുകളിലും വയോജനങ്ങൾ മാത്രം താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ചോദിക്കാം, നിങ്ങൾ ഈ വയോജനങ്ങൾ വിട്ട് അങ്ങനെയല്ല. അവർ വന്ന് ഒരുപാട് ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ദിവസം ഈ 325 രൂപയാണ് 325 രൂപ. അവരാരുടെയും മക്കളുടെ മുമ്പേ കൈനീട്ടാതെ അവർക്കൊരു ചായ വാങ്ങി കുടിക്കാനായിട്ടുള്ളതുണ്ട്. അപ്പം എൻ്റെ വാർഡിലുള്ള കാര്യം അവരെ ഓരോരുത്തരെ കുറിച്ച് എനിക്കറിയാം. അവർ പലപ്പോഴും പല കടകളിലും പോയി അവരുടെ ആ ഏരിയയിലുള്ള കടയിൽ പോയി കടം വാങ്ങിയിട്ട് ഈ പൈസ കിട്ടുമ്പോഴത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ട്. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അങ്ങനെയുള്ളവരുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നു, ഇത് കിട്ടിയാൽ മാത്രമേ ഇപ്പോൾ എന്തെങ്കിലും ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ചോദിക്കാം, ഇപ്പം പെൻഷൻ കിട്ടുന്നില്ലേ, 1600 രൂപ പെൻഷൻ. ഇത് എൻ്റെ ഒരു കൂട്ടുകാരി അടുത്ത കാലത്തുള്ള ഹാർട്ട് പേഷ്യൻ്റാണ്. പക്ഷേ മരുന്നിന് ചിലവാകുന്നത് 9450 രൂപ. ഒരു പെൻഷൻ കിട്ടുന്ന ഒരാൾക്ക് 1600 കിട്ടുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നു, എല്ലാ വർഷവും നടക്കും. സാധാരണ ഇവർ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് ആദ്യം കിട്ടിയ 1 ലക്ഷം രൂപയ്ക്ക്
പയ്യന്മാരെ ഇറക്കി അവിടെ മൊത്തം ഓടകൾ മൊത്തം അവരെ കൊണ്ട് നമ്മൾ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് അടുത്ത വീണ്ടും 50,000 രൂപയ്ക്ക് എഴുതി കൊടുത്തു. അപ്പോൾ എങ്ങനെയൊക്കെ അവർക്കൊരു പേന വാങ്ങാൻ പോലും എന്നെ കൊണ്ട് കണ്ടെത്തി കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയും അത് കണ്ടെത്തി കൊടുക്കും. അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങള്, പിന്നെ പച്ചക്കറി കിറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്ക് കൃഷി വകുപ്പിൽ നിന്ന് തരുന്നത് ഒരു കിറ്റ് ഒരു വീട്ടിലത്തേക്കാണ്. പക്ഷെ ഞാനത് ഡിവൈഡ് ചെയ്ത് ആരെങ്കിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ 100 പേർക്കുള്ള കിറ്റേ തരുള്ളൂ. അത് ഏകദേശം അതെ മട്ടുപ്പാവും അടുക്കള കൃഷി ഇതിനൊക്കെ ഉപയോഗിക്കാം. അത് തന്നെ എല്ലാ കാര്യങ്ങളും. എന്റെ വാർഡിനെ സംബന്ധിച്ച് എനിക്ക് 100% എന്ന് പറയാൻ പറ്റൂല. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ കിച്ചൺ ബിൻ കൊടുത്തു. അത് അവര് അരി വെക്കാനും ചെടി നട്ട് വളർത്താനും വെളിയിലും ഒക്കെ താറുമാറായി, ഒന്നുമില്ല, ആരുമില്ല. അപ്പോൾ ഒരു അന്വേഷണം വന്നപ്പോഴത്തേക്കാണ് ഞാൻ പല വീടുകളും വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഇവിടെ ആരും ഒന്നും നോക്കാനായിട്ട് വരുന്നില്ല, ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ പുഴു കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് കംപ്ലൈന്റ് വന്നു. ആരും തന്നെ ഒരു കൂടിപ്പോയാൽ 10-20 പേരല്ലാതെ ആരും തന്നെ ഈ കിച്ചൺ ബിൻ ഉപയോഗിക്കുന്നില്ല. അത്രയ്ക്ക് താറുമാറായി കിടക്കുകയായിരുന്നു. പിന്നെ പ്രൈവറ്റുകാരായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇവര് എടുത്തിട്ട് അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അത് ഒരു ജോയ് നമ്മുടെ മുമ്പേ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ ഇറങ്ങി അവിടെ ഉള്ളവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവരെ നേരത്തെ ജോലി ചെയ്തവരടുത്ത് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിവിടെ ജോലി ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ കോർപ്പറേഷൻ്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് കുറച്ച് പേര് മാറി നിന്നിട്ട് മുളവന ജംഗ്ഷനിൽ എനിക്കെതിരെ സമരമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, എന്തൊക്കെ ചെയ്താലും കോർപ്പറേഷൻ്റെ അണ്ടറിലല്ലാതെ ഇവിടെ ഒരു പ്രൈവറ്റുകാരും കുന്നൂഴി വാർഡിൽ നിന്ന് എടുക്കില്ല എന്ന ഒറ്റ വാശിയിൽ നിന്നിട്ട് അവരിൽ നിന്നുള്ളവരെ തന്നെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് 10 പേര് ഇപ്പോൾ ഹരിതകർമ്മസേനയുണ്ട്. പക്ഷേ അവരെല്ലാം ഒരു വാർഡിൽ ഒരു സ്പോട്ടേ കൊടുക്കുകയുള്ളൂ, ഒറ്റ ഒരു സ്പോട്ട്. ഒന്നുകിൽ അവരുടെ സർക്കിളിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൻ റോഡിൽ ഏതെങ്കിലും ഒറ്റ സ്പോട്ട്. ഇത് ഞാൻ പറയുന്ന ഒന്നും കള്ളമല്ല, പരിശോധിക്കാം. പക്ഷേ ഞാൻ എൻ്റെ വാർഡിൽ ചെയ്യുന്നത്, എൻ്റെ ഹരിതകർമ്മസേനയിലെ ആൾക്കാരെ 5 പേരെ റൊട്ടേഷൻ ചെയ്ത് 5 പോയിന്റിലായിട്ടിടും. കാരണം ജനത്തിന് ഒരാളെ പോലും കൊണ്ടുവന്ന് കളയരുത്. അതെ, അവര് മെനക്കെടാൻ പാടില്ലെന്നല്ല. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോ ഇവിടെ സ്റ്റാച്യു സെക്രട്ടറിയുടെ നടയിലാണ് കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ളവർ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഒന്ന് ആലോചിക്കുമെന്നല്ല, ആലോചിക്കും, കൊടുക്കില്ല. പിന്നെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരാണെങ്കിൽ ഇവിടെ നിന്ന് അവിടം വരെ എങ്ങനെ തൂക്കിക്കൊണ്ട് പോകും? അതെ, ഓട്ടോ പിടിച്ചു പോകാനിടാ, പൈസ വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാർഡില് 5 പോയിന്റ് RC ജംഗ്ഷൻ, പ്ലാമൂട്, തേക്കമൂട്, മുളവന, ലോ കോളേജ്, ഇങ്ങനെ 5 ജംഗ്ഷൻ സ്ഥിരമുണ്ട്. ആദ്യം ഞാൻ 10 പോയിന്റ് ഇട്ടിരുന്നു. 10 പേരുള്ളതുകൊണ്ട് 10 പോയിന്റ് ഇട്ടിരുന്നു. 10 പോയിന്റ് ഇട്ട് ഞാൻ നോക്കിയതാണ് എത്ര എങ്ങനെ സാധനം വരുന്നു. അപ്പൊ മറ്റുള്ള സ്ഥലത്ത് വലിയ ഇതില്ലാത്തത് കൊണ്ട് പിന്നെ അവർക്ക് എനിക്ക് എൻ്റെ വാർഡിനെ സംബന്ധിച്ച് എല്ലാ ഏരിയയിലും റെസിഡൻസിന്റെ ഗ്രൂപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻഫർമേഷൻസും അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ അതനുസരിച്ച് കൊടുക്കുന്നതനുസരിച്ച് കൃത്യമായിട്ട് അവർ സ്പോട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും കഴിഞ്ഞ ഇപ്പൊ ലാസ്റ്റ് തന്നെ 10-12 ബെഡ് വരെ കിട്ടി. അതിലും നല്ലത് നോക്കി. അപ്പൊ അവിടെയും ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്, നമുക്കവിടെ യൂണിയൻകാരൊക്കെ സഹായിക്കാനായിട്ട് നിൽക്കും. പിന്നെ അവര് നമ്മൾ എല്ലാ കാര്യം CITU ആയാലും INTC ആയാലും എല്ലാവരും നമുക്ക് വേണ്ടി സഹായിക്കാനായിട്ട് നിൽക്കും, എല്ലാ യൂണിയൻകാരൊക്കെ. അപ്പൊ അതിൽ നല്ലതൊക്കെ ബെഡ്, കട്ടില് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവര് ചോദിക്കുക, അവർക്ക് തന്നെ കൊടുത്തുവിടും ആവശ്യം. അതെ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോ തന്നെ ഒരാള് വീട് എവിടെയോ ഉള്ള വെമ്പായത്തുള്ള മനുഷ്യൻ, എനിക്കറിയില്ലായിരുന്നു. എൻ്റെ വീട്ടിലെ അലമാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അവശത അലമാരയാണ്. അത് ഞാനെടുത്ത് ആക്രിക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റോഡിൽ വെളിയിലിട്ടിരുന്ന അലമാര, പുള്ളി റോഡിൽ കൂടെ പോയപ്പോഴത്തേക്ക് അലമാര കണ്ടിട്ട് വേറൊരാൾ വഴി എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, ഈ അലമാര ഞാൻ എടുത്തോട്ടിരുന്നു. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ച് കാര്യം ചോദിച്ചപ്പോഴാണ്, എൻ്റെ വീട് ഇപ്പോൾ പാല് കാച്ച് കഴിഞ്ഞതേ ഉള്ളൂ, വീടും വേറെ ആൾ വെച്ച് തന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ 6 പേരുണ്ട്, 2 അമ്മമാർ, എൻ്റെയും ഭാര്യയുടെ അമ്മ, ഞങ്ങൾ 2 പേര്, പഠിക്കുന്ന 2 കുട്ടികൾ, 12,000 രൂപ വരുമാനമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊന്നും വാങ്ങാനായിട്ട് പറ്റൂല. അപ്പോൾ ഇത് കൗൺസിലിൻ്റെ ആണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാനിതിലെ പോയപ്പോൾ കണ്ടു, മഴയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ ആക്രിക്ക് കൊടുക്കായിട്ടിരുന്നത് വാസ്തവത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആ ഗതികെട്ട അലമാരെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമായ അലമാര എടുത്തു കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? എന്തായാലും കുഴപ്പമില്ല കൗൺസിലർ. ഞാൻ അപ്പം തന്നെ അന്ന് ഇരുന്നിട്ട് രാത്രി വന്നിട്ട് മെസ്സേജ് ഇട്ടു, നിങ്ങൾക്ക്
മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുമായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ, ഞാൻ വന്ന് എടുക്കാം. ഫ്രിഡ്ജ് ഉൾപ്പെടെ, അതാണ് എനിക്ക് സന്തോഷം. ഫ്രിഡ്ജ്, കട്ടില്, മേശ, അലമാര, ടീപ്പോ, ബെഞ്ച്, ഡെസ്ക്, അങ്ങനെ ഫാന്, എല്ലാ സാധനവും. ഇതൊക്കെ എൻ്റെ ഫേസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്തറിയാൻ പറ്റും. എല്ലാ സാധനവും കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ അതൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് എവിടെയോ പിന്നെ അന്ന് ഇതെല്ലാം കൊടുക്കാനായിട്ട് പുള്ളി പറഞ്ഞാൽ മതി. ഞാൻ അത് വേണ്ട, ഞാൻ പറഞ്ഞു ഞാൻ കൂടെ വരാം. കാരണം കൊടുക്കുന്നവർക്കും ശല്യമാകരുത്, ഇവർക്ക്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at My Own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംപാഗ്രോ. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംപാഗ്രോ. ടിംപാഗ്രോ, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം, ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം, പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. Pittapalli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ഏകദേശം ഒരു 3.5 മണിക്കൂറോളം ഈ സാധനങ്ങളെല്ലാം കയറ്റി, അവസാനം ഫ്രിഡ്ജും കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം എൻ്റെ കൈ പിടിച്ച്, എനിക്ക് ഇതുപോലെ ഒരു കൗൺസിലർമാരും ഇതുപോലെ ചെയ്യൂല കൗൺസിലർ, അത്രയ്ക്ക് നന്ദിയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാണ് താമസം. അപ്പോഴാണ് ഞാൻ കൂടുതൽ അവിടെ നിന്നിട്ടൊന്ന് ചോദിച്ചത്. പുള്ളി വെമ്പായത്ത് താമസിക്കുന്നതാണ്. സാധാരണ എല്ലാവരും പറയും നമ്മൾ ചെയ്യുന്നത് എന്തോ വോട്ടിന് വേണ്ടിയിട്ടാണെന്ന്, അല്ലേ? അപ്പോൾ ഈ എനിക്കറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി ചെയ്തത്. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരി ആയിട്ടല്ല ഇത് കൗൺസിലർ. വാസ്തവത്തിൽ എൻ്റെ ഈ സാമൂഹ്യ പ്രവർത്തനം കണ്ടിട്ട്
എന്നെ വന്ന് വിളിച്ചതാണ്. അപ്പൊ അതിലൂടെയാണ് ഞാൻ തീർച്ചയായിട്ടും പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ 3 വോട്ടിനാണ് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ജയിച്ചത്. അത് ഓർക്കണം. അതെ, 2010-15 3 വോട്ടിനാണ് ജയിച്ചത്. അവിടെ നിന്നാണ് ഇത്രയും വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്. അതെ, വോട്ടിന്റെ ഭൂരിപക്ഷമൊന്നുമല്ല. ആ കാലഘട്ടവും ഈ കാലഘട്ടവും എന്താണ് വ്യത്യാസം? അന്ന് 5 വർഷം ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ 5 വർഷം, ഇത് തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം? സാമ്പത്തിക, അതായത് നഗരസഭയുടെ ഫണ്ട് വർദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഫണ്ട് വർദ്ധിച്ചിട്ടില്ല. ഒന്നുമില്ല. ഇപ്പൊ 80 ലക്ഷം തന്നെയാണ്, സെയിം അത് തന്നെ. അപ്പൊ നമ്മുടെ ജനങ്ങൾക്ക് അറിയേണ്ടത് വേറൊരു വിഷയം, രാവും പകലുമില്ലാതെ നമ്മളിങ്ങനെ അധ്വാനിക്കുന്നു, എന്താണ് നമുക്കുള്ള വരുമാനം? അതായത് കൗൺസിലറാണ്, ശമ്പളമാണോ? അതറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. സാധാരണ ഒരു സ്ത്രീകളും പുരുഷനും ഉണ്ടല്ലോ കൗൺസിലർമാരായിട്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പൊ എൻ്റെ ഭർത്താവ് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ല. ഒരു 8000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് TA ഇല്ല, പിന്നെ മെഡിക്കൽ പോലും ഇല്ല, ഒരു മെഡിക്കൽ കാർഡ് പോലും നമുക്കില്ല, ഹെൽത്ത് കാർഡ് പോലും ഇല്ല, അങ്ങനെയില്ല, പെൻഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശോചനീയ അവസ്ഥയാണ്. ഒന്ന് ഓർത്ത് നോക്കണം, 8000 രൂപയിൽ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അത് കുടുംബം നോക്കണം, എന്ത് ചെയ്യും? ഞാനൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഒരു കൗൺസിലർ ആയാൽ പോലും ഒരു സ്വയം ഒരു തൊഴിൽ കണ്ടെത്തി തന്നെ ഇത് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പെട്ടുപോകും. ഇന്ന് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം 2010-15 എന്നോടൊപ്പം കൗൺസിലർ ആയിരുന്നവരിൽ 2 പേരെ എനിക്ക് ഏറ്റവും അടുത്തറിയാം, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതിൽ ഒരു പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ ട്യൂഷൻ എടുക്കുന്നത് കൊണ്ട് മാത്രം കഴിയുന്നത്, സ്വന്തമായിട്ട് വീടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് പൊതുവെ സാധാരണ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കാറുള്ളത്. അതെ. അപ്പോൾ മാഡം, നമുക്ക് ഇനി വേണ്ടത് ഈ PMI വഴി നമ്മൾ എത്ര വീടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്? PMI വഴി നമ്മൾ എല്ലാ പ്രാവശ്യവും അതായത് ഈ 2 ടൈമിലേ വന്നിട്ടുള്ളൂ. നമുക്ക് ആദ്യത്തെ പ്രാവശ്യം 5 പേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇപ്രാവശ്യവും 5 പേർക്ക് കൊടുക്കും. അപ്പോ സാധാരണ ആവശ്യക്കാരുണ്ടോ അവിടെ സ്ഥലം മേടിക്കാനും? അങ്ങനെ അതേ ഉള്ളൂ. കാരണം നമ്മൾ ഓരോ പ്രാവശ്യവും ഇത് വരുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് 4 കോളനിയാണ് കുന്നൂഴി വാർഡിലുള്ളത്. RC, പൂച്ചെടി, ബണ്ട്, ബാട്ടൺ ഹില്ല്. ഇതിലെ ബണ്ടിൽ വീട് വെക്കാൻ പറ്റില്ല, തോട് പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. അവർക്കെല്ലാവർക്കും മാക്സിമം ഞാൻ സ്ഥലം കൊടുക്കാനുണ്ട്, ഇങ്ങേറ്റം സ്ഥലം കൊടുത്തിട്ടുണ്ട് ഒരുവിധം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ അവർക്കൊക്കെ തന്നെ സ്വാഭാവികമായിട്ട് ലൈഫിൻ്റെ ഇതിൽ നമുക്ക് PMAY പദ്ധതിയിൽ വീടിൻ്റെ ലിസ്റ്റിൽ വരും, അത് വരുന്നുണ്ട്. അല്ലാതെ നമുക്കൊരു 5 പേർക്ക് കൊടുക്കാനായിട്ട് വരും. ഈ 5 പേർക്ക് കൊടുക്കുമ്പം തന്നെയും ഇവരിത് കുറേ മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞ് വെട്ടി എങ്ങനെ വെട്ടിവിടാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ആയിരിക്കാം, പക്ഷേ ചിലതൊക്കെ ജെനുവിൻ. ഇപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് ഒരു റൂം കെട്ടിക്കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ പോവാണ്. ഒന്നുമില്ല, കാരണം 6 അവകാശികൾ 3/4 സെന്റ് സ്ഥലമേ ഉള്ളൂ. 6 പേരും ഇതായത് കൊണ്ട് അവർക്ക് 6 പേർക്ക് അവകാശം വേണമെന്ന് പറഞ്ഞു. കെട്ടാത്ത ഒരാൾ അവിടെ താമസിക്കുന്നുണ്ട്. പുള്ളി ഈ വേസ്റ്റൊക്കെ എടുക്കാൻ പോകുന്നതാണ്. എനിക്ക് ഉടമസ്ഥാവകാശം കിട്ടൂല കൗൺസിലർ, ഒരു ടാർപ്പാലിനെങ്കിലും എനിക്ക് വാങ്ങിത്തരുമെന്ന്. അത് ഇതേപോലെ മെസ്സേജ് ഇട്ടു. പക്ഷെ ടാർപ്പാലിനും വന്നു. ഇതിനൊപ്പം 30,000 രൂപയ്ക്കകത്ത് തന്നെ ഇപ്പൊ എന്റെ അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അല്ല, അതാണ് പറഞ്ഞത്, അവർക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇത് ആളുകൾ ചെയ്യുന്നതാണ്. ടാർപ്പാലിൻ വാങ്ങിച്ചു കൊണ്ടുപോയി. അതെ, എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ വന്ന് ഇപ്പൊ ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഞാനൊരു കൗൺസിലർ ആയതുകൊണ്ടാണ്. സാധാരണക്കാരിൽ ഒരാൾ അതിന്. പക്ഷെ മറ്റേതാകുമ്പോ അത് വേറെ രീതി എങ്ങായി പോകും. ജനവുമായിട്ടുള്ള അങ്ങനെയല്ല. ഞങ്ങളുടെ പ്രോഗ്രാമിനകത്ത് MLA-മാരും കൗൺസിലർമാരാണ് പങ്കെടുക്കുന്നത്. വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് എല്ലാ ജനപ്രതിനിധികളും. എല്ലാ ജനപ്രതിനിധികളും ഇപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് VK പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ, മിനിസ്റ്റർ GRN, അതുപോലെ തന്നെ നമ്മുടെ കോളം MLA M. വിൻസെന്റ്, ഇവരെല്ലാവരും നമ്മളോടൊപ്പം വളരെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇടപെടുന്നത്. അതുപോലെ തന്നെയാണ് മേഡം. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് പോകണം എന്നാണ് തോന്നുന്നത്. അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രീ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഒരു MLA-ക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരു കൗൺസിലറിന് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. ഒരു ജനത്തിന്റെ ഇടയിലേക്ക് ചെന്ന് അവന്റെ ആവശ്യം അനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് കൗൺസിലർ. അതൊരിക്കലും ഒരു MLA-ക്ക് പറ്റില്ല. അവർക്കൊരു കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഒരു തൊഴിൽ എങ്ങനെയാണ് ഇവരുദ്ദേശിക്കുന്നത്? മറ്റേ ഗവൺമെന്റിൽ വരുമ്പോൾ ആ ഒരു തൊഴിൽ, ഇതൊന്നുമില്ലാത്ത തൊഴിലുറപ്പ് വഴി എനിക്ക് 42 പേർക്ക് ഒരു ചായക്കെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് അത് എനിക്കേ പറ്റൂ. ഒരിക്കലും ഒരു MLA-ക്ക് പറ്റൂല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. MLA കൗൺസിലറുടെ പറയേണ്ടത് ചെയ്തു കൊടുക്കുന്നത്. അതെ, അല്ല അങ്ങനെ പറയണമെന്നില്ല. ഇപ്പൊ അവിടെ നമ്മുടെ എല്ലാവരും അവിടെ വരുന്നതില് 42 പേരില് 3 പേര് മാത്രമേ എന്റെ പാർട്ടിക്കാരുള്ളൂ. ബാക്കി എല്ലാം മറ്റു പാർട്ടിക്കാരാണ്. പക്ഷെ എന്റെ മുൻപിൽ അവരെല്ലാം എന്റെ മാതാപിതാക്കളാണ്, എന്റെ സഹോദരങ്ങളാണ്. വരുമ്പോഴത്തേക്ക് അവർക്കെല്ലാം എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. അപ്പൊ അതാണ്, ആ സ്നേഹമാണ് എൻ്റെ അമ്മയ്ക്ക് പകരം അമ്മയ്ക്ക് കിട്ടുന്ന അതേ സ്നേഹം എനിക്ക് അവരിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു MLA ആയാൽ ഒരിക്കലും അങ്ങനെ ആകാനായിട്ട് സാധിക്കില്ല. മാറും. മനസ്സിലായി? ഇന്ന സമയത്തെ കാണാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഉറക്കം ഇണക്കിയത് ചിലപ്പോൾ അവരെ ആയിരിക്കും കാഴ്ച കാണുന്നത്. നമ്മൾ മുടി ചീക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ വാ, അടുക്കളയിൽ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിലും വന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. മറ്റേത് അതല്ല എല്ലാം. അപ്പൊ അതുകൊണ്ട് ആ തരത്തിലൊന്നും ഒരു ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreationstevm@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.